പ്രധാനമന്ത്രി മോദിക്കെതിരെ വധഭീഷണി, കേസെടുത്ത് സൈബർ പോലീസ്. പ്രധാനമന്ത്രിക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ മലപ്പുറം സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സൈബർ പെട്രോളിംഗിനിടെയാണ് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും തുടർന്ന് ഇത് ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്തതായും പോലീസ് അറിയിച്ചു. പോസ്റ്റിന് താഴെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രകോപനപരമായ കമന്റുകൾ ഇട്ടവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി. കേരളത്തിൽ അടിയന്തര തിരുത്തൽ വേണം. CPM കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം. കേരളത്തിലെ CPMന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ അടിയന്തരമായ തിരുത്തലുകൾ വരുത്തണമെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം. നിലവിലെ സംഘടനാ ശൈലിയുമായി ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ലെന്നും ഡൽഹിയിൽ ചേരുന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായമുയർന്നു. മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം സ്വീകരിച്ച തിരുത്തൽ നടപടികളോ ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങളോ ഫലം കണ്ടില്ലെന്ന് കേന്ദ്ര നേതൃത്വം യോഗത്തിൽ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയും സീറ്റ് കുറവിനെയും ശരിയായ രീതിയിൽ ഗൗരവത്തിലെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചില്ലെന്ന വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. ചികിത്സാ പിഴവ് 6 മാസം പ്രായമുള്ള കുഞ്ഞിന് അമിത ഡോസിൽ മരുന്ന് നൽകിയതായി പരാതി. ആലുവ ജില്ലാ ആശുപത്രിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിന് മരുന്ന് നൽകിയതിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചതായി മാതാപിതാക്കളുടെ പരാതി. പനിയെ തുടർന്ന് ചികിത്സയ്ക്കായി ഏപ്രിൽ 29 ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന് പാരസെറ്റമോൾ സിറപ്പ് അളവിൽ കൂടുതൽ നൽകിയെന്നാണ് പ്രധാന ആരോപണം. കുട്ടിയുടെ ശരീരഭാരം കണക്കാക്കുന്നതിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നും തെറ്റായ അളവിൽ മരുന്ന് നൽകിയതാണ് കുഞ്ഞിന്റെ ആരോഗ്യനില വഷളാകാൻ കാരണമായതെന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നു. മരുന്ന് നൽകിയതിനെ തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട കുഞ്ഞിനെ 5 ദിവസത്തോളം സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണത്തിൽ ചികിത്സിക്കേണ്ടി വന്നു. ഈ ചികിത്സയ്ക്കായി തങ്ങൾക്ക് 80,000 രൂപയോളം ചെലവായെന്നും മാതാപിതാക്കൾ പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കി. സംഭവത്തിൽ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. 185 വിവാഹങ്ങളാണ് ഞായറാഴ്ച ക്ഷേത്രസന്നിധിയിൽ നടന്നത്. പുലർച്ചെ നിർമാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. പുലർച്ചെ 5 മുതൽ 4 മണ്ഡപങ്ങളിലായാണ് താലികെട്ട് നടന്നത്. 11 മണിവരെ ക്ഷേത്രത്തിനകത്തും പുറത്തും വൺവേ സംവിധാനത്തിലൂടെ ഭക്തരെ നിയന്ത്രിച്ചു. ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുന്നതിന് മുമ്പ് 12 മണിയോടെ വിവാഹങ്ങൾ പൂർത്തിയായി. മിഥുനമാസത്തിലെ മുഹൂർത്തമുള്ള വിവാഹമായതിനാലാണ് തിരക്ക് അനുഭവപ്പെട്ടത്. 721 കുട്ടികൾക്ക് ചോറൂണ് നൽകി. വഴിപാടിനത്തിൽ മാത്രമായി 99,03,014 രൂപയാണ് ക്ഷേത്രത്തിൽ ലഭിച്ചത്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും നിർമ്മാണ കമ്പനി നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. മരിച്ച കമ്പനി ജീവനക്കാരായ 7 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. കരാർ ജീവനക്കാരനായ അൽമോന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും അടിയന്തര സഹായമായി നൽകും. പരിക്കേറ്റ 9 പേരിൽ 6 പേർക്ക് 2.5 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകുമെന്നും കമ്പനി ഉറപ്പു നൽകിയതായി മന്ത്രി അറിയിച്ചു. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 3 പേർക്ക് 2.5 ലക്ഷത്തിൽ കൂടുതൽ തുക നൽകാൻ നിർദ്ദേശിച്ചതായും മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു.